ക്യാമ്പസുകളിലെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിനെതിരെ വീണ്ടും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. രാഷ്ട്രീയം ക്യാമ്പസിന് പുറത്തു നിർത്തണമെന്ന് ഗവർണർ പറയുന്നു. ക്യാമ്പസുകൾ പവിത്രമായ സ്ഥലമാണ്. ക്യാമ്പസുകളിലെ രാഷ്ട്രീയവൽക്കരണം അവസാനിപ്പിച്ചില്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ ഭാവി നശിക്കുമെന്നും ഗവർണർ പറഞ്ഞു. Politicizing of the education system will ruin whole system of ours. You may be having different ideology, you may be having different political affiliation. Keep them outside the campus, outside the boundaries of our university, outside the boundaries of our educational institution. Come here with a sacred thought, very sacred, pavitra. This is a place where temple is used. നിഖിൽ അളവൂർ വിവരങ്ങളുമായി ചേർന്നു. നിഖിൽ, ഗുഡ് ഈവനിങ്. ക്യാമ്പസ് രാഷ്ട്രീയത്തിനെതിരെ എല്ലാ കാലത്തും അല്ലെങ്കിൽ പറഞ്ഞു തുടങ്ങിയ നാളെ മുതൽ രാജേന്ദ്ര ആർലേക്കറിന് ഒരൊറ്റ നിലപാടാണ്. ആ നിലപാട് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഏതായാലും ആ നിലയ്ക്ക് തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം അല്ലെങ്കിൽ ആ പ്രസംഗത്തിലെ പരാമർശങ്ങൾ പോകുന്നത്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ടാണ് ഇതൊക്കെ നിരീക്ഷിച്ചു വരുന്നു. ഒരു മാറ്റവുമില്ല. കേരളത്തിൽ ഇത്തരത്തിൽ ക്യാമ്പസുകൾ രാഷ്ട്രീയവൽക്കരിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ രാഷ്ട്രീയവൽക്കരിക്കപ്പെടുന്നത് കൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ നഷ്ടമുണ്ടാകുമെന്ന് സൂചിപ്പിക്കുന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം ഉണ്ടായിരുന്നത്. ഈ കലാലയങ്ങൾ അല്ലെങ്കിൽ ഈ ക്യാമ്പസുകൾ എന്ന് പറയുന്നത് പവിത്രമായ സ്ഥലമാണ്. അവിടെ ഈ രാഷ്ട്രീയത്തെ അതിന്റെ മതിൽക്കെട്ടിന് പുറത്തേക്ക് നിർത്തണം എന്നുള്ളതാണ് ഈ ചാൻസലർ കൂടിയായ അദ്ദേഹത്തിന്റെ പരാമർശം വരുന്നത്. നേരത്തെ ചെയ്തു പറഞ്ഞതുപോലെ തുടക്കം മുതൽ അല്ലെങ്കിൽ എല്ലായ്പ്പോഴും അദ്ദേഹം എടുത്തിരിക്കുന്ന നിലപാട്, രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുടെ എല്ലാ കാലത്തെയും നിലപാടും ഈ നിലയ്ക്ക് ഈ വിദ്യാർത്ഥി രാഷ്ട്രീയം ക്യാമ്പസുകളിൽ വേണ്ട എന്നുള്ളത് തന്നെയാണ്. ഇത്തരത്തിൽ ക്യാമ്പസുകൾ രാഷ്ട്രീയവൽക്കരിക്കപ്പെടുന്നത് വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കും, നല്ല ഭാവിയിലേക്ക് പോകാൻ സാധിക്കില്ല തുടങ്ങിയ കാര്യങ്ങൾ കൂടിയാണ് അദ്ദേഹം പറയുന്നത്. കണ്ണൂർ സർവകലാശാലയുടെ മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിൽ PM ഉഷ ഉൾപ്പെടെയുള്ള വിവിധ പദ്ധതികളുടെ ഉദ്ഘാടന പരിപാടിയിൽ സംസാരിക്കവെയാണ് ഗവർണറുടെ ഈ പരാമർശങ്ങൾ. ശരി, നിഖിലാണ് വിവരങ്ങൾ നൽകിയത്.